ബഷീറേ, അല്ല ബഷീറേ, എന്താന്റെ തൊള്ളിയില് എന്താന്റെ മുഖം ഇങ്ങനെ വീർത്തിക്കണത്? അല്ലല്ല, അന്റെ തൊള്ളിയിൽ എന്തോ ഉണ്ട്, നമ്മള് കാണാൻ പറ്റാത്ത എന്തോ. മര്യാദക്ക് തൊള്ള തുറന്നോ, അല്ലെങ്കിൽ എന്റെ കജ്ജിലുള്ള ചൂലന്റെ തൊള്ളി ഞാൻ തിരുകും. തുറക്കടാ തൊള്ള. ഇതെന്താപ്പോ ഓട്ടും കമ്പനിന്ന് പുക പോണ മാതിരി എന്റെ തൊള്ളീന്ന് പുക പോണത്? അതടുക്കളീന്നകാരം ആ ഞങ്ങേലി എന്തേലും ഉണ്ടാക്കൂണ്ടാവേ. ഞങ്ങേലിയ ഈ പുക ഒന്ന് കുറച്ചാ. ബഷീറേ, ഉമ്മാലുട്ടി ഇവിടെ വരിയേ. എന്തിനമ്മ ഇവിടെ വാ. എന്താ ബഷീറത്? ഇതിപ്പോ എന്റെ പോക്കറ്റിൽ വന്നത്. അനക്കറിയില്ലല്ലേ? കൊറച്ചു ദിവസായി ബാപ്പ പറയണോ വീടിക്കെട്ടിന്റെ എണ്ണം കുറഞ്ഞുക്കണോന്ന്. ഇപ്പോഴല്ലേ കള്ളനെ പിടികിട്ടിയത്. ബാപ്പം കിട്ടാൻ വരട്ടെ, ബാക്കി എനിക്ക് ബാപ്പം തരോ? പറയും, ഞാൻ എല്ലാരോടും പറയും. ഇതെന്താ ഏട്ടനും അനിയനും കൂടി ഇങ്ങനെ തല്ലൂടണേ? എന്തിനപ്പത്? രാധാമണിയെ ബീഡിയാ? ആന്നേ, പാപ്പ ദിവസം വീഡിയോ അടിച്ചണ കാര്യം പറയുന്നു ഞങ്ങളെ. അല്ലല്ലല്ല, വേറെന്തോ ഉണ്ട്. വേറെന്താ? കാതറേ, അന്നെ മുളിച്ചുകൊണ്ടെന്നാ തോണ്ട്. വേടിച്ചെന്നോ. എന്നാ ഞാൻ പോകട്ടോ. രാധാമണിയെ പാപ്പാന്റെ വീട് കട്ടെടുത്ത് വലിച്ചോ. ഇന്റെ ഈശ്വര, ബഷീറേ, അപ്പി വീഡിയോയിലും തുടങ്ങിയാലേ? എത്ര നാളായി ഇത് തുടങ്ങിയിട്ട്? ഞാൻ ക്ലാസ്സിലെ കുട്ടികളോട് എല്ലാരോടും പറഞ്ഞു കൊടുക്കും. ചതിക്കല്ല രാധാമണിയെ, അല്ലീ തന്നെ ക്ലാസ്സിൽ ഒരുപാട് പേരുണ്ട്. ഇനി വലിക്കില്ലാന്ന് സത്യം ചെയ്യേ. രാധാമണിയാണ് സത്യം. ഞമ്മള് വഞ്ഞി വലിക്കൂല. അല്ലേലും ഞമ്മള് വലിച്ചിട്ടൊന്നുമില്ല. ഞമ്മളൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയതല്ലേ. പൊണ്ടാറടങ്ങാൻ അതൊക്കെ ആദർ കണ്ടും ചെയ്തു. ഇമ്മാന്റെ അടുത്തുനിന്ന് നല്ലോം കിട്ടി. അതുകൊണ്ടൊന്നും പ്രശ്നം തീരൂലല്ലോ. വാപ്പ വന്ന എന്റെ ചന്തിമത്തെ തോല്. വേണ്ടാത്തത് കാട്ടിയിട്ടല്ലേ, അങ്ങനെ തന്നെ വേണം. രാധാമണി ഇതും കൂടി ഞാൻ അങ്ങനെ പറയല്ലേ. അല്ലേലും അനക്ക് വേണ്ടി എത്ര തല്ലുണ്ടത് നമ്മള്. എന്നോട് കൂട്ടിനില്ല. ബഷീറേ, ഞാൻ വെറുതെ പറഞ്ഞതല്ലേ. എനിക്ക് ലോകത്ത് ഏറ്റവും ഇഷ്ടം ആരോടറിയോ? ബഷീറിനോട്. എനിക്കും എന്നെ പെരുത്തിഷ്ട. നാളെ സ്കൂൾക്ക് വരുമ്പോ ആരും കാണാതെ അനക്കൊരു വലിയ ഗജപം കൊണ്ടാ. അല്ല ബഷീറേ, ഈ വലിയൊരു നീർക്കോലിനെ പിടിച്ചെന്ന് കേട്ടല്ലോ. എന്നിട്ട് എവിടെ? നീർക്കോലിയോ? അത് നീർക്കോലിയൊന്നല്ല, ഇതാണ് നീർനാഗം. നീർനാഗ? ആടി, ഈ നീർക്കോലിന്നൊന്നും പറഞ്ഞാ വലിയ വിലയില്ല. അതുകൊണ്ട് നമ്മളതിന്റെ പേര് മാറ്റി നീർനാഗന്നാക്കി. എന്നിട്ട് എവിടെ എന്റെ നീർനാഗം? അതൊക്കെ അവിടെ ഉണ്ട്. അതുകൊണ്ട് കാതറിനൊന്ന് ഞെട്ടിച്ചണം. ബഷീറേ, ഈ എന്റെ ആ നീർനാഗത്തിന് ഒന്ന് കൊണ്ടുവരുവാ. ഓ, ഇപ്പൊ കൊണ്ട. ഇതാപ്പ എന്റെ നീർക്കോലി. ഇത് ചെറുതല്ലേ? നീർക്കോലില്ലടി, നീർക്കോലില്ല, നീർനാഗം. എങ്ങനെയുണ്ട് നമ്മളെ ധൈര്യം? ഇതോണ്ടൊരു കലാപരിപാടി ഉണ്ട്. ആ കാതറിനൊന്നും ഞെട്ടിച്ചണം. ഓൻക്കൊരു എല്ലു കൂടുതലാ. ഇത് കണ്ടാലൊന്നും കാതിർ നട്ടൂല.
വയ്യ അപ്പണ്ടാറ് ഞങ്ങേലി. രാധാമണിയെ അന്റെ പേരിലെന്താ തിന്നുള്ളത്? അനക്കെന്താ വേണ്ടത്? ഇന്റെ വീട്ടില് ജിലേബി ഉണ്ട്, ഹലുവ ഉണ്ട്, അവലൂസുണ്ടി ഉണ്ട്. വേഗം വാ, വേഗം പോവാ. വാ വാ വാ, ആ കാറിറങ്ങാനും കണ്ട പിന്നെ അത് മതി. വാ. ആവൂ, എന്താ അപ്പത്തൊക്കെ ഒരു ചൂടേ. എടിയേ ഏടിയേ. ഓ, വിളിച്ചു കൂവണ്ട. എന്തേ? ഇജ്ജ് കുറച്ച് കഞ്ഞിന്റെ വെള്ളം അങ്ങോട്ട് എടുത്താ. വല്ലാത്ത ദാഹം. ഇന്നേ കൂപ്പിലെ മെനക്കെട്ട പണിയായിരുന്നേ. ആ ദാ ഇപ്പൊ കൊണ്ടുവരാ. അല്ല, എവിടെ പോയ അവിടെ ബസീറും കാതറും? ഓല് കളിക്കാൻ പോയിട്ടുണ്ടാവോ? നിങ്ങൾ ഈ കഞ്ഞിവെള്ളം കുടിച്ച് വേഗം കുളിച്ചരി, ഞാൻ അടുക്കളയിലേക്ക് പോട്ടെ. എന്ത് പറ്റി? അതാ പാമ്പ്. പാമ്പാ? എവിടെ? അതാ എറത്ത്. ഇതേ പാമ്പൊന്നല്ല, അത് നീർക്കോലിയാ. ഓ, നീർക്കോലിയൊരു ഭാഗ്യം. നോക്കണ്ടേ മോളെടുക്കടി. മോൾക്ക് ഞാൻ പറ്റൊന്നല്ലല്ലോ. പിന്നെ എന്തിനാണ് ഇത് ഇവിടെ കെട്ടി തൂക്കിണേ? റബ്ബേ കറിയില്ല. ഓനേക്കാരം ആ ബസീറെ. ഓങ്ങോട്ട് വരട്ടെ. ആ പിന്നെ നിങ്ങളെ ബീഡിക്കള്ളനെ ഞാൻ കണ്ടുപിടിച്ചു. ആരാ? ഓൻ തന്നെ, ആ ബസീറെ. അന്റെ പുന്നാരമോം ഇവിടെ വരി. എന്തിനാ വാപ്പ? ഇവിടെ വരി. ഒരാവശ്യമില്ലാതെ അന്നമ്മള് വിളിച്ചൂല നമുക്കറിയില്ലേ. എന്തോ വാപ്പ? മനസ്സിലായോ? ഇല്ല വാപ്പ. ഇത് വീടാച്ചേനെ, നീ വലിക്കടാച്ചേ. ഇല്ല വാപ്പ. ഇങ്ങോട്ട് അടുത്തേക്ക് വാ. എന്തിനാ വാപ്പ? എന്താണത്? അത് നീർനാഗം. നീർനാഗോ? അല്ല, നീർക്കോലി. എന്തിനാടത് ഇവിടെ കെട്ടി തൂക്കിക്കണത്? വെറുതെ. എവിടുന്നാടത്? തോട്ടുന്ന് പിടിച്ചതാ. ഈ കണക്കിന് പോയാ ജിന്നി ഇവിടെ പിടിച്ച് കെട്ടി തൂക്കുമല്ലോ. ഇല്ല വാപ്പ. ഇതും ഒരു അള്ളാന്റെ പടപ്പാ. അതിനെങ്ങനെ കടുപ്പം കാട്ടാൻ പറ്റുമോ? ഇല്ല വാപ്പ. എന്നാ ചാകണിന് മുമ്പ് അതിന് തോട്ട് കൊണ്ടേക്കാളേ. ശരി വാപ്പ. ബഷീറേ, ബഷീറേ, ബഷീറേ. രാധാമണിയേ, അവിടെ ഒളിച്ചിരിക്കണല്ലേ. ഞാൻ രാധാമണിയോട് മുണ്ടൂല. അതെന്ത്? ഞാനത് ആരോടും പറഞ്ഞുകൊടുത്തിട്ടില്ല. ഏത്? ബീഡി വലിച്ചത്. വെറുതെ പറയാ. സത്യായിട്ടും ഞാൻ അത് ആരോടും പറഞ്ഞുകൊടുത്തിട്ടില്ല. പിന്നെങ്ങനെ ക്ലാസ് കുട്ടികൾ അറിഞ്ഞത്? അതാ പണ്ടാറക്കാരൻ കാതൂർ പറഞ്ഞോടത്തോക്കും. ഒന്നരക്കാരൻ നമ്മക്ക് അവനോട് മുണ്ടണ്ട. ഇപ്പൊ പിണക്കം മാറിയോ? ബഷീറിന് ഞാനൊരു സമ്മാനം കൊടുത്തിട്ടുണ്ട്. എന്ത് സമ്മാനം? ആ രാധാമണിയെ, ഞാനൊരു സാധനം ചോദിച്ചാ ഇജ്ജ് നമുക്ക് തരുക? ഏത് സാധനം? ഇജ്ജ് തരുക? ബഷീർ എന്ത് ചോദിച്ചാണെങ്കിലും ഞാൻ അത് തരും. ഇന്നാ 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 ഇച്ചരുമ്പ തരുക? അയ്യേ, ഇന്നാള് കിണറ്റിന്റെ പിറകെന്ന് ബഷീറിന് ഞാനൊരു ഉമ്മ തന്നതല്ലേ. ഇന്റെ സമ്മാനം എന്താ ബഷീറിന് അറിയോ? അനക്ക് ഏറ്റവും ഇഷ്ടമുള്ള പച്ചമാങ്ങ. ഇന്നാ വേഗം കൊണ്ടുണ്ട് രാധാമണിയെ. രാധാമണിയെ, ഇത് ഇക്കാക്കല്ലല്ലോ. നമുക്കൊക്കെ മനസ്സിലായി. ഇക്കാക്കാക്ക് രാധാമണിക്കും അപ്പൊ ഇതാലേ പരിപാടി. ഇന്റെ ഈശ്വരാ. എടി, ഇന്നങ്ങാനിന്റെ 1.5 കാലം വിളിച്ചാ ഈ കാര്യം ഞാൻ എല്ലാവരോടും പറയും. ആ
ഇത് ആരോടും പറയരുതിട്ടോ. ഞനക്ക് എന്ത് വേണേലും തരാം. ഇന്നലെ ഇക്കാക്ക് രാധാമണി അന്നാ മൈപ്പിൽ തരാ. ഞാൻ തരൂല. രാധാമണിന്റെ അച്ഛനോട് പറയൂ. ചതിക്കല്ലേ, അനക്ക് മൈപ്പീലോ ആണി മയിലിനെ തന്നെ തരാ. അങ്ങനെ വായിക്കുവാ. ഞാൻ പോവട്ടെ കാക്ക. ഇക്കാക്ക ഉമ്മ കാതറേ. എന്നാലിപ്പോ കാതറെങ്ങനെ തറഞ്ഞത്? രാധാമണിന്റെ അച്ഛനെങ്ങാനും പറഞ്ഞ പിന്നെ ഇവിടുത്തെ പുകില് പറയണ്ടില്ല. ഓ, ഏതായാലും പറയാതിരുന്നാ മതിയേനു. ഓ, വിശന്നിട്ട് വയ്യ. അടുക്കളയിന്ന് എന്തേലും കട്ടെടുത്ത് തിന്നാന്ന് വെച്ചാ ഇപ്പണ്ടാറ് ഞങ്ങേലി ഏത് നേരം അടുക്കളി തന്നെയല്ലേ. എന്താ ബഷീർക്കേ ഒറ്റക്ക് പറയണേ? ഒന്നുമില്ല എന്റെ ഞങ്ങേലിയേ. ഇതെന്താ വിളിച്ചത്? നങ്ങേലിന്നോ? എനിക്കേ എന്റെ ഉമ്മാന്റെ പ്രായണ്ട്. നങ്ങേലി അമ്മേന്ന് വിളിക്കടാ. ഞങ്ങേലിയമ്മ, ഞങ്ങേലിയമ്മ. എന്താ പത്ര ചിരിക്കാൻ? ഇജേ ചെറുതാകുമ്പോ എന്റെ മോലെ എത്ര കുടിച്ചിട്ടുണ്ട്? ഞാനോ? അതും ആറാരേക്കാരം. ആ ഇജന്നെ. എന്റെ മാത്രല്ല ഈ നാട്ടിലെ പലയിടയും മോല കുടിച്ചിട്ടുണ്ട്. സംശയം ഉണ്ടെങ്കി അനമ്മാനോട് ചെന്ന് ചോദിച്ചോക്കെ. ഓ, വിശന്നിട്ട് വയ്യ. ഇപ്പൊ എന്താ തിന്ന? ആ, വാപ്പാന്റെ കട്ടിലടിത്ത് നെജ്ജും മഞ്ചാരിയും. നല്ലോണം കൊയ്ക്കട്ടെ. ആ, ഇവിടെ വെച്ച് തിന്ന. മധുരം. അതൊന്നുമില്ല, അതൊരു മരുന്ന. ആ, നെജ്ജും പഞ്ചാരിയും ഞാൻ ജനാലിന്റെ പിറകിന്നൊക്കെ കണ്ടു. ഇത്തും കൂടി തന്നാ ഞാൻ ഇക്കാര്യം ആരോടും പറയില്ല. എന്നാ വേഗം വാ, രണ്ടാക്കും നിന്ന. തട്ടി പറിച്ചല്ലടാ. എന്തോ ഒരു ഇക്കാക്ക നല്ല മധുരം. കാതറേ, ഞാനിത് കട്ടെടുക്കൂല. ഈ ജൂഞ്ഞത് കട്ടെടുക്കുക, ഞാനും കട്ടെടുക്കൂല. അന്നമ്മക്ക് അത്ര വിശ്വാസം പോരാ. സത്യം വെക്കടാ. പഠിച്ചാനാണ് സത്യം. ഞാനിന്നത് എടുക്കൂല. ഇക്കാക്ക് സത്യം ചെയ്യണം. അത് വേണോ? ആയിക്കോട്ടെ, പഠിച്ചാനാണ് സത്യം. നമ്മളും ഇത് കട്ടെടുക്കൂല. രണ്ടാക്കും കൂടെ ഒരു പരുങ്ങലേ. എന്താ കാത്തറേ? ഒന്നുമില്ല പാപ്പ, ഞങ്ങൾ വെറുതെ ഇവിടെ നിന്ന് ഇങ്ങനെ കളിച്ചേ. വല്ല മൂർഖനും കെട്ടി തൂക്കിക്കണാ? ഇല്ല പാപ്പ. എന്നാ വേഗം കുളിച്ച് പഠിക്കാൻ നോക്കി. ശരി പാപ്പ. ഓ, ഭാഗ്യം. ആ പണ്ടാറക്കാരൻ കാതെങ്ങാനും വാപ്പാനോട് പറഞ്ഞിനെങ്കി പിന്നിന്റെ റബ്ബേ പറയേണ്ടി വരില്ല. ബസീറേ, ദത്താന്റെ കത്തിലൊരു പാത്രൊക്കെ. അത് ഞാൻ വെറുതെ കളിക്കുവിനെ. ഒക്കെ കഴിഞ്ഞപ്പോ പാത്രത്തിലെ എന്റെ കളി. ദത്താ ബസീറ ഒരു നെജ്ജിന്റെ വേണം. ഇന്നിവിടെ ആരും നെയ്ച്ചോറൊന്നും ഉണ്ടാക്കിയിട്ടില്ലല്ലോ. അറിയില്ല പാപ്പ. ബാപ്പാന്റെ പുന്നാര കുട്ടി ഇവിടെ വരി. എന്തിനാ പാപ്പ? ഒരാവശ്യമില്ലാതെ അന്നമ്മളെ വിളിച്ചൂലെന്ന് എനിക്കറിയില്ലേ. കൊറേ ദിവസമായി നോക്കണു നെജ്ജും പഞ്ചാരും കട്ടുണ്ടോണ്ടെന്ന്. ആ കളർ വിജാലേ അന്റെ മാതിരിലടാ കാതറെ. ജോനെ കണ്ടു പഠിക്കേ. ഇങ്ങനെ നെജ്ജും പഞ്ചാരും കട്ടുന്ന നമുക്ക് പെരുന്നാക്ക് ബിരിയാണി ഒക്കെ ഉണ്ടാവോ? ഉണ്ടാവൂല പാപ്പ. ഒന്നിനാത്രം പോകുന്ന കുട്ടികൾ ഇങ്ങനെ പായി പാത്തിയ എന്താ ചെയ്യാ? എന്താ നങ്ങേലിയേ? ഒന്നും പറയണ്ട. അടിച്ചു വാരം ബാപ്പാന്റെ മുറി ചെന്നപ്പോ ഒരു മൂത്രത്തിന്റെ മണം. ഇത് കണ്ടോ? കിഴക്കുപായിലാരോ മൂത്രയിച്ചിക്കണോ? എന്റെ മനസ്സാ, നിങ്ങളിതൊന്ന് നോക്കി പായി പാത്തിക്കണോ? രണ്ടാളും നിങ്ങളപ്പല്ലേ കടക്കല്? രണ്ടാളും വിളിച്ച് ചോദിച്ച്. അതിപ്പോ ബസീറ കാതറന്നറിയാതെ നിങ്ങൾ രണ്ടാളും വിളിച്ച് ചോദിച്ചുണ്ടോ? ബസീറേ, കാതറ, രണ്ടാളും ഇവിടെ വരി. എന്താ എല്ലാരും പാടിയും കൂടി? എന്റെ രാധാമണിയെ, ഇക്കുടി രണ്ട് ചെറിയ കുട്ടികളുണ്ട്. ഇതിലൊരാൾ കിടക്കപ്പായില് പാത്തണുണ്ട്. അതാരാന്നാ? അയ്യേ, മൂത്രമൊഴിക്കേ.
പാത്രം തട്ടിയ രസ് ക്ലാവ് പിടിച്ചോ? അതിന് ഞാനല്ലേ. ഈ നടന്നത് ഏതായാലും നടന്നു. ഞങ്ങാണിച്ച് പായി പാത്തിയ ഒരൊറ്റമൂലി പ്രയോഗണ്ട്. അതിപ്പോ ഞാൻ പറയണില്ല. എന്തിത്താ എല്ലാരും കൂടി സമ്മേളനം? ഒന്നും പറയണ്ട, ഒരു മൂത്രക്കേസാ. മൂത്രക്കേസോ? എന്താ ബഷീറേ ഇത്? എന്നാ ഈ പ്രശ്നം നമുക്ക് ഇപ്പൊ തീർക്കാം. ബഷീറും ഖാദിറും ബാപ്പാന്റെ കൂടെ തന്നെയല്ലേ കിടക്കണേ? അമ്മക്ക് ആലപ്പൊടി കിട്ടി. ബഷീറല്ല, ഖാദിറും അല്ല, ഈ ബാപ്പ. നാടകവും എഴുതി തന്നൊരു നായകന അച്ഛനും മുത്തനും എഴുതിയോന പാപ്പാന്റെ വീട് വലിച്ചോന മൂത്രമൊഴിച്ചോന മണിന്റെ കറ്റുമേൽ മുത്തി മണത്ത് രസിച്ചോന ബഷീർ കഥകൾ